ഇന്ന് ഉമേഷ് വന്നപ്പോൾ പോർക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമേഷിൻ്റെ ഫ്രണ്ട് വാങ്ങി കൊടുത്താൽ തോന്നുന്നു. നല്ല വലിയ കഷ്ണങ്ങളൊക്കെ ആയിരുന്നു. അത് ഞാൻ കുഞ്ഞു കുഞ്ഞ കഷ്ണമാക്കി കേട്ടോ. ഈ പന്നിയിറച്ചി വേവിക്കുമ്പോൾ ഇല്ലേ കുഞ്ഞു കുഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് കഴിച്ചവർ പറയണത്. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് വലിയ പെടുത്തില്ല കേട്ടോ, അത് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പന്നിയിറച്ചി ഇഷ്ടമല്ലാത്തവർ ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഞാനും കഴിച്ചു നോക്കി കേട്ടോ. ആദ്യം പന്നി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക കേട്ടോ. എന്നിട്ട് അതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 10-15 വിസിൽ വരുന്നവരൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. എനിക്ക് അത്ര വേവാൻ വന്നു കേട്ടോ. എന്നിട്ടൊരു ചട്ടി എടുക്കാം, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, സവാള ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ആ തക്കാളി സോഫ്റ്റായി വരണ വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല ഇടണം കേട്ടോ. ഞാൻ ഗരം മസാല ഇടാൻ മറന്നുപോയി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ പോർക്കില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ. ഇങ്ങനെ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഇത് ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കി വെച്ചാണ് കേട്ടോ. അവരെന്നിട്ട് കറിവേപ്പിലയും പിന്നെ പച്ചത്തക്കാളിയും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്തൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുത്ത് ബീഫ് വരട്ടണ പോലെ വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, സത്യം. ഇതിൽ കുറച്ച് എല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ. എന്നിട്ട് ഉമേഷിൻ്റെ ഫ്രണ്ടിനും കൂടി കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ ശരി.